വിൻഡോസ് കണ്ണടച്ചു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സാങ്കേതിക പ്രശ്നം നേരിടുന്നു. കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ട് ആകുകയും സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറയുന്ന ബ്ലൂ സ്ക്രീൻ മെസ്സേജസ് കാണിക്കുകയും ചെയ്യുന്നു. ലോകത്തെമ്പാടുമുള്ള ബിസിനസ്സുകളെയും ഉപയോക്താക്കളെയും ബാധിച്ച ഈ സാങ്കേതിക തകരാർ ഏറ്റവും പുതിയ ക്രൗഡ്സ്ട്രൈക്ക് അപ്ഡേറ്റ് കാരണമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിൻഡോസ് സിസ്റ്റം പെട്ടെന്ന് ഷട്ട് ഡൗൺ ആകുകയും റീസ്റ്റാർട്ട് ആകുകയും ചെയ്യുന്ന ഈ പ്രശ്നം യുഎസിലെ സൈബർ സെക്യൂരിറ്റി കമ്പനിയായ ക്ലൗഡ്സ്ട്രൈക്ക് നൽകിയ അപ്ഡേറ്റ് കാരണം എന്നാണ് പ്രാഥമിക. ലോകമെമ്പാടുമുള്ള 80% സിസ്റ്റങ്ങളും മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയാണ് പ്രവർത്തിക്കുന്നത്. ആയതിനാൽ ബാങ്കിംഗ്, ഹോസ്പിറ്റൽ, വിമാന കമ്പനികൾ, സാമൂഹ്യ മാധ്യമ കമ്പനികൾ, IT കമ്പനികൾ എന്നിങ്ങനെ ബഹുഭൂരിപക്ഷം സേവനങ്ങളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കമ്പ്യൂട്ടറുകളിലെ സൈബർ സെക്യൂരിറ്റി നിയന്ത്രിക്കുന്ന ഫാൽക്കോൺ സ്യൂട്ടിന്റെ ഭാഗമാണ് അപ്ഡേറ്റ്. ഈ കാരണം കൊണ്ട് നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുകയാണ്. വിമാനത്താവളങ്ങളിലെല്ലാം സിസ്റ്റം തകരാറിലായതിനാൽ ചെക്കിനുകളെയും മറ്റു പ്രവർത്തനങ്ങളെയും ഇത് സാരമായി ബാധിച്ചു. മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമായ അസ്യൂറിനെ ബാധിക്കുന്ന ഒരു തകരാറാണ് എയർലൈനുകളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയതെന്നായിരുന്നു പ്രാഥമികമായി പുറത്തുവന്ന വിവരം. എന്നാൽ സമീപകാലത്തുണ്ടായ ക്രൗഡ്സ്ട്രൈക്ക് അപ്ഡേറ്റിനെ തുടർന്നാണ് നിരവധി വിൻഡോസ് ഉപഭോക്താക്കൾക്ക് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് കാണാനായതെന്ന് അപ്ഡേറ്റ് വന്നു. മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് പവർ പ്രൊഡക്ടിവിറ്റി പ്ലാറ്റ്ഫോമായ 365 ഉൾപ്പെടെയാണ് ഈ പ്രശ്നം ബാധിച്ചത്. 1000-നടുത്ത് റിപ്പോർട്ടുകൾ വന്നതായി ഒരു റിപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോം വെളിപ്പെടുത്തി. 24% ഉപയോക്താക്കൾക്കും വൺഡ്രൈവിൽ പ്രശ്നം വന്നതായി പറയപ്പെടുന്നു. 16% ആളുകൾ സെർവർ പ്രശ്നങ്ങളാണ് പറയുന്നത്. എക്സ്ബോക്സ് ലൈവ് സേവനങ്ങളെയും പ്രശ്നം ബാധിക്കപ്പെട്ടതായി ഉപയോക്താക്കൾ എക്സിൽ പോസ്റ്റ് ചെയ്തു. മൈക്രോസോഫ്റ്റ് ടീം ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുകയും അങ്ങനെ രാജ്യത്തെ സേവന മേഖല എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാകുമെന്ന് പ്രത്യാശിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം. നന്ദി.